ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്ത്രീ ശാക്തീകരണം ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത്? പലർക്കും പല ചിത്രങ്ങളായിരിക്കും അല്ലേ? എന്നാൽ ഇതിന് കൃത്യമായിട്ട് എന്താണ് അർത്ഥം? നമുക്കൊന്ന് നോക്കിയാലോ? ഈ ആശയത്തെ നമുക്കൊന്ന് അടുത്തു പരിചയപ്പെടാം. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു നിർവചനം വളരെ പവർഫുള്ളാണ്. സ്വയം തീരുമാനമെടുക്കാൻ കഴിയണം, ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ കഴിയണം എന്നൊക്കെ പറയുന്നു. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം അല്ലേ? പക്ഷെ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ നിർവചനത്തെ ഒന്ന് കീറി മുറിച്ചു നോക്കാം, ഓരോ ഭാഗവും എന്താണെന്ന്. അപ്പോ ഈ ശാക്തീകരണത്തിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതാണ് തിരഞ്ഞെടുക്കാനുള്ള ശക്തി. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക. ഇതാണ് എല്ലാത്തിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങൾ, എന്ത് പഠിക്കണം, എവിടെ ജോലിക്ക് പോകണം, ഇതൊക്കെ ആരുടെയും ഒരു പ്രഷറും ഇല്ലാതെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നൊരവസ്ഥയെക്കുറിച്ച്. അവിടെ നിന്നാണ് ശരിക്കും ശാക്തീകരണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. പക്ഷേ ഒരു തീരുമാനം മനസ്സിലെടുത്താൽ മാത്രം മതിയോ? പോരാ അല്ലേ? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആവുന്നത്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആ തീരുമാനമെടുക്കാനുള്ള നമ്മുടെ ഉള്ളിലൊരു ധൈര്യം. രണ്ട്, ആ തീരുമാനമനുസരിച്ച് ജീവിക്കാൻ, പ്രവർത്തിക്കാൻ സമൂഹം നമുക്ക് തരുന്ന ഒരു ഫ്രീഡം. ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരാൾക്ക് ശരിക്കും തന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം കിട്ടുന്നത്. ശരി, അപ്പോൾ ഈ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വെറും സ്വപ്നങ്ങളായിട്ട് മാത്രം നിന്നാ പോരല്ലോ, അത് പ്രാവർത്തികമാക്കണ്ടേ? അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. ആ സപ്പോർട്ട് നൽകുന്ന രണ്ട് പ്രധാന തൂണുകളെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കൂ, ഈ സ്വാതന്ത്ര്യത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം, അതായത് സ്വന്തമായിട്ടൊരു വരുമാനമുണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ്. പിന്നെ രണ്ടാമത്തേത് സാമൂഹിക സ്വാതന്ത്ര്യം, നമ്മുടെ തീരുമാനങ്ങളെ സമൂഹം എതിർക്കാതെ നമുക്ക് സപ്പോർട്ട് തരുന്നൊരവസ്ഥ. ഇവ രണ്ടും ശരിക്കും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടാണിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് നമ്മൾ ഓക്കെ ആകുമ്പോൾ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. അതുപോലെ സമൂഹത്തിന്റെ സപ്പോർട്ടുണ്ടെങ്കിൽ പുതിയ സാമ്പത്തിക അവസരങ്ങളും നമുക്ക് മുന്നിൽ തുറന്നുവരും. കണ്ടില്ലേ, രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ശക്തിയുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാമ്പത്തികവും സാമൂഹികവുമായ സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോ പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ ഒരു ഫലം അല്ലേ? അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്പേസ്. ഇവിടെ നമ്മളൊരു കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല, അത് നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റമാണ്. സ്ത്രീകൾക്ക് വേറെ ആരുടെയും താഴെയല്ലാതെ ഒപ്പത്തിനൊപ്പം അന്തസ്സും ബഹുമാനവും കിട്ടുന്നൊരു സാഹചര്യം. അതാണ് ശരിക്കുള്ള ഗോൾ. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചാലോ? എന്താണ് സ്ത്രീ ശാക്തീകരണം എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം: സ്വന്തമായി തെരഞ്ഞെടുക്കാനുള്ള ശക്തി, അതിനെ താങ്ങി നിർത്തുന്ന സ്വാതന്ത്ര്യം, ഇത് രണ്ടും കൂടി ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ അന്തസ്സും ബഹുമാനവും നേടിക്കൊടുക്കുന്ന ഒരവസ്ഥ. ഇതാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ. നമ്മുടെ ഈ ചെറിയ വിശകലനം ഇവിടെ തീരുകയാണ്. പോകുന്നതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമായ ഒരു ജീവിതം അതെങ്ങനെയായിരിക്കും? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ.